ചെവി കൊടുത്തു. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. من صنايا له دسباسار من سلطو قادشتو مريم هولند الفقانو هو യേശുബ്രാൻ യെരൂശലേമിലേക്ക് പോകാൻ പോകുമ്പോൾ നടന്നു. അവൻ ഉലുമലയുടെ അടുത്തുള്ള ബെത്ഫഗയ്ക്കും ബഥാനിക്കും സമീപമെത്തിയപ്പോൾ അവൻ തന്റെ ശിഷ്യന്മാർ രണ്ടുപേരെ പ്രകാരം നിർദ്ദേശിച്ച് പറഞ്ഞയച്ചു. നമുക്ക് നേരെയുള്ള ഗ്രാമത്തിലേക്ക് നിങ്ങൾ പോകാൻ. നിങ്ങൾ അതിൽ പ്രവേശിക്കുമ്പോൾ ആരും ഒരിക്കലും നേരിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ കിട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. എന്തിന് നിങ്ങൾ അതിനെ അഴിക്കുന്നുവെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ കർത്താവിന് അതിനെ ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. അയക്കപ്പെട്ടവർ പോയി യേശുബ്രാൻ പറഞ്ഞ പ്രകാരം കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടയവൻ നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് ചോദിച്ചു. കർത്താവിന് ഇതിനെ ആവശ്യമുണ്ടെന്ന് അവർ പറഞ്ഞു. അവർ അതിനെ യേശുബ്രാന്റെ അടുക്കൽ കൊണ്ടുവന്നു. കഴുതക്കുട്ടിയുടെ പുറത്ത് അവർ തങ്ങളുടെ മേലങ്കികൾ വിരിച്ച് യേശുവിനെ അതിന്റെ പുറത്ത് കയറ്റിയിരുത്തി. അവൻ പോകുമ്പോൾ പലരും തങ്ങളുടെ മേലങ്കികൾ വഴിയിൽ വിരിച്ചു. അവർ ഒരു മുലയുടെ ഇറക്കത്തോടടുത്തപ്പോൾ ശിഷ്യഗണം മുഴുവനും തങ്ങൾ കണ്ടിട്ടുള്ള സകല അത്ഭുത പ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് ഉച്ചസ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇപ്രകാരം പാടി: ഹോശാന നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗ്ഗത്തിൽ സമാധാന, ജനങ്ങളിൽ സ്തുതി, ജനങ്ങളിൽ ഹോശാന, ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗ്ഗത്തിൽ സമാധാന, ഉന്നതങ്ങളിൽ സ്തുതി, ഉന്നതങ്ങളിൽ ഹോശാന, ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗ്ഗത്തിൽ സമാധാന, ഉന്നതങ്ങളിൽ സ്തുതി, ഉന്നതങ്ങളിൽ ഹോശാന. എന്നാൽ ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില പരീശന്മാർ യേശുബ്രാനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അവൻ അവരോട് അരുളി ചെയ്തു: ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുബ്രാൻ യെരൂശലേമിനെ സമീപിച്ചപ്പോൾ നഗരം കണ്ട് അതിനെ കുറിച്ച് അത്യധികം വിലപിച്ചു പറഞ്ഞു: ഈ നാളിലെങ്കിലും നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നിന്റെ കണ്ണുകൾക്ക് മറക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിഞ്ഞില്ല. അതുകൊണ്ട്
നിന്നെ ശത്രുക്കൾ വളയുകയും എല്ലാ ഭാഗത്തുനിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യും. നിന്നെയും നിന്റെ മക്കളെയും നിശേഷം നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും എന്ന് താൻ അവരോട് കൽപ്പിച്ചരുളി ചെയ്യുകയും ചെയ്തു. ബാറക്കുമോ